ചിരി ഒരു ഔഷധം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 9 വരെ. ധ്യാനത്തിനായിട്ട് 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ജന്തുലോകത്തിൽ മനുഷ്യൻ ഒഴികെയുള്ള ഒരു ജീവിയും ചിരിക്കാറില്ല. ദുഃഖമുണ്ടാകുമ്പോൾ ചില ജന്തുക്കൾ കണ്ണീരൊഴുക്കും. എന്നാൽ ചിരി എന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു സിദ്ധിയാണ് എന്ന് പറയാം. ദൈവം മനുഷ്യനെ നൽകിയിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ചിരി എന്നുള്ളത് നാം ഓർക്കാറില്ല. ദൈവഭക്തിക്ക് ചേർന്നതല്ല ചിരി എന്നൊരു ധാരണ പലർക്കുമുണ്ട്. നമ്മുടെ കലാകാരന്മാർക്കും കവികൾക്കും കൂടി ഈ ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ചിരി ഭക്തിക്ക് ചേർന്നതല്ല എന്നുള്ള ധാരണ കൊണ്ടാവാം ദൈവഭക്തന്മാരുടെയും അവതാര പുരുഷന്മാരുടെയും മറ്റു ചിത്രങ്ങൾ പുഞ്ചിരിയുടെ സ്പർശം പോലുമില്ലാതെ ചിത്രകാരന്മാർ രചിക്കുന്നത്. ദുഃഖവും വിഷാദവുമാണ് മിക്ക ചിത്രങ്ങളിലും മുന്തി നിൽക്കുന്നത്. വിസ്തൃതരായ അനേകം കലാകാരന്മാർ ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളും രചിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ വിടരുന്ന പുഞ്ചിരിയോടുകൂടി ഒരു ചിത്രവും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ വിരളമാണ്. യേശു ഒരിക്കലും ചിരിച്ചിട്ടില്ലെന്ന് വിചാരിക്കുവാൻ ന്യായമില്ല. അദ്ദേഹം എപ്പോഴും വിഷാദമുഖനായിരുന്നു എങ്കിൽ കുട്ടികൾ അദ്ദേഹത്തെ സമീപിക്കുവാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ. ചിരിയെ പറ്റി ഒരു ആംഗ്രേയ കവി പ്രകാരം എഴുതിയിരിക്കുന്നു: സൂര്യപ്രകാശം പകലിന് ചൈതന്യം പകരുന്നു, അതുപോലെ ചിരി മനുഷ്യ ജീവിതത്തെ ചൈതന്യപൂർണ്ണമാക്കുന്നു. ചിരി ഏതൊരുവൻ്റെ കാതിൽ പതിയുന്നുവോ അവൻ്റെ ആത്മാവിൽ അത് ആനന്ദം വളർത്തുന്നു, ശക്തമായ ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യുന്നു. സംഗീതം പോലെയാണ് ചിരി. അത് ഹൃദയത്തിൽ സ്ഥായിയായി കുടികൊള്ളുന്നു. ചിരിയുടെ സ്വരമാധുര്യം എവിടെ കേൾക്കുന്നുവോ അവിടെ നിന്ന് ജീവിതത്തിൻ്റെ അസ്വാസ്ഥ്യം ഓടിയകലുന്നു. ചിരി ജീവിതത്തെ മധുരോധരമാക്കി തീർക്കുന്നു. ജീവിത ക്ലേശങ്ങളുടെ മധ്യത്തിൽ ചിലർക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. തങ്ങളുടെ പ്രിയപ്പെട്ടവർ വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചിരിക്കുന്നതെന്ന് മറ്റു ചിലർ ചോദിച്ചേക്കാം. എന്നാൽ വിഷാദഭാവം ഒരു ജീവിത ശൈലിയാക്കി തീർക്കുന്നത് താൽക്കാലിക ദുഃഖങ്ങളോ ജീവിത ക്ലേശങ്ങളോ കൊണ്ട് മാത്രമായിരിക്കുകയില്ല. സ്വന്തം ദുഃഖങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും കണ്ണു നട്ട് സർവ്വസമയവും വിഷാദമുഖരായി ഇരിക്കുവാൻ ചിലർ ഇഷ്ടപ്പെടുന്നു. അത് അവരുടെ സ്വഭാവമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് ധൈര്യവും ഉന്മേഷവും വീണ്ടെടുക്കുന്നതിന് ചിരി ഫലപ്രദമായ ഒരു ഉപാധിയാണ്. ജെലറ്റ് ബർഗസ് എന്ന വിനോദ സാഹിത്യകാരൻ അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഞങ്ങളുടെ ഒരു പഴയ പ്രൊഫസർ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കുവാൻ ഞാൻ പോയി. അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചിരിക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചിരിച്ചു. പോരാ, ഉറക്കെ ചിരിക്കൂ എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഹാളിൽ ചിരിയുടെ ഒരു കോലാഹലമുയർന്നു. ഞാൻ പുഞ്ചിരി തൂകാൻ കൂടി മറന്നിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. പിറ്റേ ദിവസം പത്രമെടുത്തപ്പോൾ കുതിരപ്പന്തയത്തിൽ സമ്മാനം നേടി ചിരി കുടുക്കയായ ഒരു വനിതയുടെ പടം കണ്ടു. ആ ചിത്രത്തിൽ ഞാൻ വീണ്ടും നോക്കി. എൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. ആ ചിത്രം ഞാൻ വെട്ടിയെടുത്തു, വീടിൻ്റെ ചുവരിൽ പതിച്ചു. ആ ചിത്രം കാണുമ്പോഴൊക്കെ ഞാൻ പുഞ്ചിരി തൂകുമായിരുന്നു. അതോടൊപ്പം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും തോന്നി. പിന്നീട് ചിരിക്കുന്നവരുടെ ചിത്രം എവിടെ കണ്ടാലും ഞാൻ വെട്ടിയെടുത്ത് ആൽബത്തിൽ ഒട്ടിച്ചു വന്നു. ഒരിക്കൽ എൻ്റെ ആൽബം ഒരു നഴ്സിനെ കാണിച്ചു. അവർ പൊട്ടിച്ചിരിച്ചു. അവർ ആ ആൽബം ഒരു രോഗിയെ കാണിച്ചു. മാസങ്ങളായി വിഷാദമുഖനായിരുന്ന ആ മനുഷ്യൻ്റെ മുഖത്തും പുഞ്ചിരി പടർന്നു. ആ ആശുപത്രിയിലെ എല്ലാ രോഗികളെയും ആ ചിത്രങ്ങൾ കാണിച്ചു. എല്ലാവരും ചിരിച്ചു. അചിരേണ അവരുടെ രോഗം സുഖമാകുന്നതിന് ആ ചിരിയും തജ്ജന്യമായ ഉന്മേഷവും കാരണമായി തീർന്നു എന്ന് ഡോക്ടർമാർ സാക്ഷ്യം വഹിച്ചു. ചിരി ദൈവദത്തമായ ഔഷധമാണ്. ശുഭാപ്തി വിശ്വാസമാകുന്ന വിറ്റാമിൻ അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രാണവായു മനുഷ്യ ശരീരത്തിന് നവജീവൻ പകരുന്ന പോലെ ചിരിയും നവോന്മേഷം ഉളവാക്കുകയും ദുർബലമായി തീർന്ന മനോവീര്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഓർക്കണമേ, ചിരിക്കാൻ അറിയാത്ത മുഖം വിടരാത്ത മുട്ടുപോലെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6:27. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.